വയനാട് മണ്ഡലത്തിൽ എൻ ഡി എ വെച്ചുകൊടുക്കുന്ന പ്രതീക്ഷ എന്താണ്? ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? സോറി, ഐ എം വെരി സോറി. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ രണ്ടാളുകളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും വലതുപക്ഷത്തിന്റെ പ്രതിനിധിയോടും എനിക്ക് ചോദിക്കാനുള്ളത്, രാഹുൽ ഗാന്ധിയെ കുറിച്ച് കേരളം കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുവരെ ഇന്നേ തീയതി വരെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കാൻ CPI-യുടെ നേതാവ് ശ്രീ രാജ വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സീതാറാം യെച്ചൂരി വന്നിട്ടില്ല. ഈ ആളുകൾ എന്തുകൊണ്ട് പാർലമെന്റ് നിയോജകമണ്ഡലം, നേരത്തെ സൂചിപ്പിച്ചത് കേരളത്തിലെ 20 പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിക്കും എന്ന് പറഞ്ഞ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ശ്രീ D രാജയും ശ്രീ സീതാറാം യെച്ചൂരിയും അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വയനാട്ടിൽ വരാതിരിക്കുന്നത്? ഇതൊരു പ്രകടമായ ചോദ്യമാണ്. ഇത് മനഃപൂർവ്വം വയനാട്ടിലെ ജനങ്ങളെ, ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് വയനാട്ടിൽ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷവും ചെയ്യുന്നത് എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ വിട്ടുപോയി. വന്യമൃഗ ശല്യം രൂക്ഷമായപ്പോ ആദ്യമായി വയനാട്ടിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം മോദിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ചത് നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് വയനാട്ടിലേക്ക് അയച്ചത്. ഇതിനുശേഷം മാത്രമാണ് രാഹുൽ ഗാന്ധി പോലും ഈ പ്രശ്നത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നു, സമയപരിമിതി പോലും ഏറെ പറയുന്നില്ല. ഇവിടെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ യഥാർത്ഥ പോരാട്ടം രാഹുൽ ഗാന്ധിയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലാണ്. ദേശീയ ജനാധിപത്യ സഖ്യവും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി കേവലം നാമമാത്രമായ ഒരു സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ്. നാളെ ബഹുമാനപ്പെട്ട JP നദ്ദ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരിൽ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരികയാണ്. ഇങ്ങനെ എല്ലാ നേതാക്കന്മാരും, അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാരും രാഹുൽ ഗാന്ധിക്കെതിരെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിക്ക് സീറ്റ് വോട്ട് ചോദിക്കുവാൻ വേണ്ടി വയനാട്ടിൽ വരികയാണ്. ഇവിടെ പോരാട്ടം യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം വികസന മുരടിപ്പിന്റെ പര്യായമായി മാറിയ വയനാടിനെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദിയുടെ കൈകൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് വയനാട്ടിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. വ്യക്തമാണ് ഗോപിനാഥ്. ഞാൻ സമയപരിമിതി കാരണം ഇടപെടുകയാണ്.